വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൈലിന്റെ ചോദ്യം താടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, താടി ഇസ്ലാമിന്റെ ചിഹ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളർത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. താടി വടിച്ച ആൾക്കാരുടെ മുഖത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തിരിച്ചിട്ടുണ്ട്. ഇത്തരം ഒരുപാട് ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. എനിക്ക് എന്റെ എല്ലാ കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വേഷം മരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അത് വസ്ത്രധാരണയിലായാലും താടിയുടെ വിഷയത്തിലായാലും സംസാരത്തിന്റെ വിഷയത്തിലായാലും ചിരിക്കുന്ന വിഷയത്തിലായാലും പിന്നിൽ നിന്ന് ഒരാൾ നമ്മൾ വിളിച്ചാൽ തലമാത്രം തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ട്. നബി മൊത്തമായി തിരിയുന്ന പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. ഒരാൾ ബാക്കിൽ നിന്ന് നമ്മളെ വിളിച്ചാൽ ശരീരം മൊത്തം റസൂലുള്ളാഹി തിരിച്ചു നിർത്തും, ബാക്കിലോട്ട് തിരിച്ചു നിർത്തും. റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഗുണമാണ്. നമ്മളത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. എനിക്ക് പറയാനുള്ളത്, അതായത് ബാർബർ ഷാപ്പ് പോയിട്ട് ഈ താടി ഷേവ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നീട് ഒരു താടി വളർന്നതിന്റെ ഇടയിൽ നീ മരണപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. മൻ ആശഫി മാത അലൈ മൻ മാത അലൈ ബുഇസ അലൈ. ഏതൊരു രീതിയിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് അതേ രീതിയിലാണ് ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ. പ്രവാചകനാന്മാർക്ക് മുഴുവനും താടി ഉണ്ടായിരുന്നു. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താടി പുക്കിൾ വരെയായിരുന്നു. എല്ലാ സഹാബത്തിനും താടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇസ്ലാമിൽ നിർബന്ധമാണ്. അതിന് ഒരു ഉദിർ വന്നില്ല എങ്കിൽ കൽപ്പന മുഴുവനും എന്താണ്? നിർബന്ധമാണ്. ഇപ്പം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്ത് നമസ്കരിക്കണം എന്നുള്ളൊരു നിർബന്ധ കൽപ്പനയുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ റസൂലുള്ളാഹി പറഞ്ഞ് ഉദ്ദേശിച്ചവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ നിർബന്ധത്തിൽ നിന്ന് ഒഴിവായി. ശരിക്കും മനസ്സിലാക്കണം. നബി ഒന്ന് കൽപ്പിക്കുകയും നബിയുടെ ജീവിതകാലം, അതായത് റിസാലത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ കൽപ്പനക്ക് ഒരു ഉദ്ർ വരാതിരിക്കുകയും ചെയ്താൽ, അതായത് ഒരു നിബന്ധന, അതായത് ഉദ്ദേശിച്ചാൽ ചെയ്താൽ മതി അല്ലാത്താൽ ചെയ്യണ്ട എന്നുള്ള ഒരു കൽപ്പന രണ്ടാമത് വരികയാണെങ്കിൽ ആദ്യത്തെ കൽപ്പന നിർബന്ധമല്ലാതായി മാറും. താടിയുടെ വിഷയത്തിൽ അങ്ങനെ ഒന്ന് വന്നിട്ടേയില്ല, അത് നിർബന്ധമാണ്. താടി വളർത്തുന്നവർ പറയുന്ന ന്യായങ്ങൾ വെറും ബാലിശമാണ്. താടി, വേറൊരു കാര്യം കൂടെ പറയാം, വളർത്തി വെച്ച താടി പിന്നീട് നമുക്ക് ഒരിക്കലും പഠിക്കാനും സാധിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലേ മനസ്സിലാവും, അല്ലാണ്ട് മനസ്സിലാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വന്നു, ക്ലീൻ ഷേവ് ആയിട്ട് വന്നതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു ചോദിച്ചു, മൻ അമറക ഹാദ, ഇതാരാ എന്നോട് കൽപ്പിച്ചത് ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ വൃത്തിയാക്കാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കിതാബിലും അമറനി അല്ലാഹ്, എന്റെ റബ്ബ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അവരുടെ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഉള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറനി അല്ലാഹു അഅഫുല്ലിഹ, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത്. അപ്പൊ റബ്ബിന്റെ കൽപ്പനയുണ്ട്, റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട്. റസൂലുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. സഹാബത്ത് മുഴുവനും അതെടുത്തിട്ടുണ്ട്. താബീങ്ങൾക്ക് മുഴുവനും അഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ആൾക്കാരും താടി വളർത്തൽ വളരെ നിർബന്ധമാണെന്നുള്ള വാദക്കാരാണ്. അത് നിർബന്ധമാണ്. വടിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വളർത്തിയിടാന്ന് വെച്ചാൽ അങ്ങോട്ട് വിടാനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നാൽ പരിപൂർണമായ സുന്നത്ത് കിട്ടും. ഇനി ഒപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടൂലെങ്കിലും ഹറാമിൽ നിന്ന് അവൻ ഒഴിവാകും. ഏറ്റവും ചുരുങ്ങിയത് ഹറാമിൽ നിന്ന് ഒഴിവാകാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇതാണ് അതിന്റെ പരിപൂർണമായ ആൻസർ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉസൂലുൽ ഹദീസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം എങ്ങനെയാണ് നിർബന്ധമാക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇത് നിർബന്ധമായിട്ടാണ് വരിക. ആൾക്കാർ പല ഒഴിവുകളും പറയുന്നവരോട് പറയാനുള്ളത്, സാമഹക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അതായത് മഹ്ശറിൽ നമ്മൾ വിചാരണക്ക് നിൽക്കുമ്പോൾ, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കാൻ വിട്ടുപോയിന്, വിചാരണ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമൃദ്ധമായ താടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താടി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു താടി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നീണ്ട താടി, അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നീണ്ട താടി, സഅദ് ഇബ്നു അബി വഖാസ് നീണ്ട താടി, സുബൈർ ഇബ്നു അവ്വാബിന് നീണ്ട താടി, മുആദ് ഇബ്നു ജബലിന് നീണ്ട താടി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്. എന്താ നമ്മളെങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുക? നമ്മുടെ വലത്തുഭാഗത്ത് നോക്കിയേ, യഹൂദികൾ മുഴുവനും താടി പഠിച്ചങ്ങനെ നടക്കുക.
രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നോക്കിയ ഒരു വേള നമുക്കാർന്ന് തോന്നിപ്പോകും, പഠിച്ചോനെ ആ ഒരു മില്ലത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലല്ലോ എന്നൊരു സങ്കടം വരാതിരിക്കാൻ ശരിക്കും ശ്രദ്ധിക്കുക, വളർത്തിക്കോളി. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം നിഅമത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന്റെ ഭംഗി ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ വളർത്താത്തത്. ഭംഗി ഒരു സെക്കൻഡ് കൊണ്ട് നീക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അഹങ്കരിക്കേണ്ടയില്ല. നമ്മുടെ ഭംഗി നമ്മൾ ചോദിച്ചിട്ടൊന്നല്ല. നമ്മുടെ മുഖത്തിന്റെ ഭംഗിയോ നമ്മുടെ ഇന്നത്തെ നമ്മളൊന്നും അള്ളാഹുനോട് ചോദിച്ചു തന്നല്ല. അള്ളാഹു തആല ചോദിക്കാണ്ട് ഒരുപാട് നിഅമത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ കണക്ക് കൂട്ടാത്ത പല ഭാഗ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചോദിച്ചതല്ല, അതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ നമ്മൾ കിട്ടിയ നിഅമത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. സുഹൈലിന്റെ ചോദ്യം വന്നപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന ഓർമ്മ വന്നതാ. അതെല്ലാരും പഠിക്കണം. എങ്ങനെ? ചോദിക്കാതെ തന്ന നിഅമത്താണ് കണ്ണിന്റെ കാഴ്ച, അതുപോലെ തന്നെ ചെവിയുടെ കേൾവി, സംസാരിക്കാനുള്ള കേൾവി, നടന്നു പോകാനുള്ള കാലിന്റെ ശേഷി, കൈ പ്രവർത്തിക്കുക എന്നുള്ള ശേഷി. ഇതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാതെ തന്ന നിഅമത്താണ്. ഇത് അങ്ങോട്ട് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണെന്നറിയോ? اللهم إني أعوذ بك من زوال نعمتك وفجاء نقمتك. اللهم إني أعوذ بك من زوال نعمتك وأعوذ بك فجاء نقمتك. പെട്ടെന്നുള്ള ഒരു ദുരന്തത്തൊട്ട് പടച്ചോനെ നീ കാക്കണേ, എനിക്ക് തന്ന നിഅമത്തിനെ നീ നീക്കിക്കളയിൽ നിന്ന് റബ്ബേ നീ എന്നെ സംരക്ഷിക്കണമെന്ന പ്രാർത്ഥന അർത്ഥം. അത് പഠിച്ചാൽ വളരെ നല്ലതാണ്. എല്ലാ സമയത്തും പ്രാർത്ഥിക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടൊരു സംഗതി ബഗ്ദാദിൽ വെച്ചിട്ട് സംഭവിച്ചത്. അദ്ദേഹം കട തുറക്കാൻ വേണ്ടി പോയതാ. കട തുറന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ വീട്ടിന് തീപിടിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിന് തീപിടിച്ചു. പോകുമ്പോഴേക്കും ഒരു ഭാര്യയും 2 കുട്ടികളും മരിച്ചുപോയി. അയാൾ മാത്രം ബാക്കിയത്. ഭാര്യ 2 കുട്ടികൾ അയാൾക്കുള്ളത്. അദ്ദേഹം സങ്കടത്തോടുകൂടി കടയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് കട ബോംബ് സ്ഫോടനത്തിൽ തകർന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അബ്ഖൈതനീ, എന്നെ നീ ബാക്കിയാക്കിയല്ലോ റഹ്മാന റബ്ബേ, അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള കാലങ്ങൾ നിന്നെ അനുസരിച്ച് ഇബാദത്തോടു കൂടി എനിക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഈമാനൊന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾ. കട തുറക്കാൻ വേണ്ടി വന്ന കറണ്ട് ഷോർട്ടായിട്ട് വീട് കത്തിപ്പോയി, കുട്ടികൾ 2 മരിച്ച്, ഭാര്യയും മരിച്ച്. തിരിച്ച് കടയിലേക്ക് വരുമ്പോഴേക്കും കട ബോംബ് സ്ഫോടനത്തിൽ തകർന്നിരിക്കുകയാണ്. അപ്പം സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ തിരിച്ചെടുക്കുന്നതിൽ യാതൊരു സംശയമില്ല. അത് അള്ളാഹു തആലക്ക് കഴിവുള്ളതാണ്. സെക്കൻഡുകൾ കൊണ്ട് പാപ്പറാകുക. അള്ളാഹു തആല എല്ലാ സമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും വർക്കിലാണ്. യർഫഉ ദംബ വയഗ്ഫിറു ദംബ വയർഫഉ ഖദ്റ വയസ്തുറു ഐബ. ഇതെല്ലാം അള്ളാഹിന്റെ പണിയാണ്. ഒരാളെ ഉയർത്തുക, ഒരാളെ താഴ്ത്തുക, അതുപോലെ തന്നെ ഒരാൾക്ക് സമ്പാദ്യം കൊടുക്കുക, ഒരാളെ ഫക്കീറാക്കുക, രാജാധികാരം നീക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ജോലിയാണ്. ദൈനംദിനം നടക്കുന്ന ഖളായില് സംബന്ധിച്ച് ഇപ്പൊ പറയുന്ന സംഗതിയാണ് ഇതൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കേവലം പിശാചിന്റെ ദുർബോധനത്തിന് മാത്രം വഴങ്ങിക്കൊണ്ടാണ് ഈ താടി മുഴുവനും പഠിച്ച് റസൂലുള്ളാഹിന്റെ ചര്യ എനിക്ക് വേണ്ടാന്ന് അവൻ നാവ് കൊണ്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നത് പാടില്ല സഹോദരന്മാരെ. ഒരു വാശി ഈ വിഷയത്തിൽ വേണ്ട. എന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖക്കോലം എനിക്ക് വേണം. എങ്ങനെയാണോ അദ്ദേഹം മുഖം സെറ്റാക്കിയത് അത് നമുക്ക് വേണം. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ പുറത്ത് ഒരാൾ റസൂലുള്ളാഹിനെ കാണാൻ വന്ന റസൂലുള്ള ഉടനെ കണ്ണാടി നോക്കുന്ന, കണ്ണാടി എന്ന് പറഞ്ഞാൽ കലത്തിൽ വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളത്തിൽ നോക്കല. അത് സെറ്റാക്കി നല്ല വൃത്തിയിൽ റസൂലുള്ള പുറത്ത് വരും സല്ലല്ലാഹു. നമ്മളത് ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഉറക്ക ചൂടാങ്ങൾ നമ്മൾ വേഗം കണ്ണാടി മുഖത്ത് പോയി കണ്ണാടിന് മുമ്പ് പോയി ഒന്ന് മുടിയൊക്കെ വാരി ഒന്ന് സെറ്റാക്കി നമ്മൾ പുറത്തു വരുള്ളൂ. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മസ്റ്റായിട്ട് ചെയ്യുക. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഭാര്യമാർ ഈ വിഷയത്തിലൊക്കെ ചില ഭർത്താക്കന്മാരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ലാ തഅത ലിമഖ്ലൂഖിൻ മഅസിയത്തി ഖാലിഖി, ലാ തഅത മഖ്ലൂഖിൻ മഅസിയത്തി ഖാലിഖി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വിരുദ്ധമായിട്ട് ഒരു ഏതെങ്കിലും ഭാര്യമാരോ മക്കളോ അനുജനോ ജ്യേഷ്ഠനോ എന്തെങ്കിലും നമ്മൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അവളുടെ അത്യാവശ്യ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന്. കാരണം രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയാൽ
ഉറങ്ങുമ്പോൾ നമ്മുടെ കയ്യും പിടിച്ചായിരിക്കും ആ സ്ത്രീ, ആ വൈഫ്, നമ്മുടെ ഭാര്യ കിടന്നിട്ടുണ്ടാകുക. പക്ഷെ കിടന്നത് മയ്യത്തിന്റെ കൂടെയാണ് എന്ന് അവൾ അറിഞ്ഞാൽ അവൾ ചാടി എഴുന്നേറ്റ് പോകും. അറിയോ നിങ്ങളെ ഉണ്ടാവും പിന്നെ കർമ്മങ്ങളായിട്ട്. ICയിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ഡോക്ടർ പറയും 24 മണിക്കൂറിൽ 1 മണിക്കൂർ മാത്രമേ അലോഡുള്ളൂ നിങ്ങൾക്ക് സന്ദർശിക്കാൻ. അവിടെ സന്ദർശിക്കാൻ ഭാര്യയും മക്കളും എല്ലാവരും വരും. പക്ഷെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി 23 മണിക്കൂർ നമ്മളെ കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മൾ എന്നും ഒറ്റക്കാണ്. ഭാര്യയോ ഒരു 10 മക്കളുടെ ഒരു ഫാമിലി ആയാലും നമ്മൾ ഒറ്റക്കാണ്, മനസ്സിലായിക്കൊള്ളി. നമ്മൾ ഒറ്റക്കാണ്, യാതൊരു സംശയം. ഇന്നലെ ഞാനിവിടെ താമസിക്കുന്ന ഈ ഏരിയയിൽ ഒരാൾ പെട്രോൾ പമ്പിൽ വണ്ടി പെട്ടെന്ന് ഷുഗർ താണ്ടിട്ട് സൈഡാക്കിയതാണ്. മരിച്ചിട്ട് 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് ആള് കണ്ടത്. അറിയങ്ങള് 1.5 ദിവസം കഴിച്ചിട്ടാണ് ആ വണ്ടി പോലീസുകാർ ചെക്ക് ചെയ്തതും അതിൻ്റെ ഉള്ളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആരറിഞ്ഞ്? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ ഒറ്റക്കാണ്, വിചാരണ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റക്കാണ്. സ്വർഗത്തിലെത്തിയാലും നമുക്ക് കൂട്ടുകാരെ കിട്ടും. ആ വഴിക്കുള്ള തടസ്സങ്ങൾ ഭാര്യമാർ കൊണ്ടുവന്നാലും വാപ്പ കൊണ്ടുവന്നാലും മക്കൾ കൊണ്ടുവന്നാലും തൽക്കാലം അത് തടയുക. നമ്മൾ പുരുഷന്മാരാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമുക്ക് അർഹതയുണ്ട്. അതേ സ്ഥാനത്ത് ഭാര്യമാർക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് വിരുദ്ധമായിട്ട് നീങ്ങുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ മാന്യമായിട്ട് അവനെ ഒഴിവാക്കാൻ പോലും അർഹതയുണ്ട് ഭാര്യമാർക്ക്. അറിയങ്ങൾ നിങ്ങൾ അള്ളാഹിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് ഇറങ്ങിപ്പോയാൽ തീർച്ചയായും അവൾക്ക് അതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടും. അതിന് ചരിത്രം എമ്പാടും സാക്ഷിയാണ്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കോ. സ്ത്രീകൾ ആരും ദുർബലരല്ല. ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഭർത്താവുള്ള മുഴുവൻ ഭാര്യമാരും ശ്രദ്ധിച്ചോ, ഇന്ന് വെച്ചിട്ട് ഭർത്താവ് കണ്ണടഞ്ഞു പോയ നാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ ഇവിടുന്ന് മരിപ്പിക്കില്ല അവളുടെ റിസ്ക് കണക്കാക്കാതെ കണ്ട്, റിസ്ക് പൂർത്തിയാക്കാതെ കണ്ട് ഒരിക്കലും അവളെ മരിപ്പിക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഭർത്താക്കന്മാർ ഒരു സബബ് മാത്രമാണ്, ഒരു കാരണം. ഇന്ന് ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ അബ്ദുറഹ്മാന്റെ ഭാര്യ റിസ്ക് കൊടുക്കാൻ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത്രേ അവൾക്ക് കിട്ടുള്ളൂ. നാളെ ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ മറ്റന്നാളെ ഭക്ഷണം കഴിക്കും, വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അവളെ എത്ര വരെ അവൾക്ക് ആയുസുണ്ട് അതുപോലെ ഇവിടെ ജീവിച്ച് മരിച്ചു പോകും. ഒരിക്കലും അൽ മുഅ്മിൻ ലൈസ മുതഅല്ലിഖുൻ ബിൽ അസ്ബാബ്, ഇന്നമാ ഹുവ മുതഅല്ലിഖുൻ ബിഖാലിഖിൽ അസ്ബാബിൽ വാഹിദിൽ ഖഹാർ. അത് മനസ്സിൽ എഴുതി വെച്ചോ. അൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ ലൈസ മുതഅല്ലിഖുൻ ബിൽ അസ്ബാബ്, ഒരു കാര്യകാരണത്തിന് നമ്മൾ ഒരിക്കലും ഹൃദയം ബന്ധിപ്പിക്കൂല. എന്റെ ഭർത്താവിൽ നിങ്ങൾക്കൊന്നും എന്റെ ജീവിതമില്ല, എനിക്ക് ആ ജോലിയിൽ നിങ്ങൾക്ക് എന്റെ ജീവിതമില്ല, അല്ലെങ്കിൽ ഇന്ന പിന്നെ ഓഫീസില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു കാര്യത്തിന്റെ മുള്ള ഒരു കാരണത്തിന്റെ മുള്ള അവർ ഹൃദയം ബന്ധിപ്പിക്കൂല. ഇന്നമാ ഹുവ മുതഅല്ലിഖുൻ ബിഖാലിഖിൽ അസ്ബാബിൽ വാഹിദിൽ ഖഹാർ. മുഅ്മിൻ എന്നും ഹൃദയം ബന്ധിപ്പിക്കുന്നത് എല്ലാ കാര്യവും കാരണവും സൃഷ്ടിച്ച റബ്ബിലേക്ക് മാത്രമായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലേക്ക് കുത്തിവെച്ച എല്ലാ ഈമാനുകൾ നമുക്ക് വർദ്ധിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്കൊരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും.